ജി പത്മനാഭൻ കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? BBPS റെക്കമെൻഡ് ചെയ്തത്. ഇറ്റ് ഓൾസോ ഇൻ്റഗ്രേറ്റഡ് the UPI. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ UPI? It was started with an aim of interconnecting various ATMs in India. അത് ഫോം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലുള്ള ATMകളെല്ലാം കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് വന്നത്? NFS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിൽ നമുക്ക് ഒട്ടും വിട്ട് കളയാൻ പറ്റാത്ത ഒരു ടോപ്പിക് എന്ന് തന്നെ നമുക്ക് പറയാം. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയായാലും ഇപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഈ NPCA നിന്ന് അല്ലെങ്കിൽ മോഡേൺ ബാങ്കിങ്ങിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് NPCI. അപ്പോൾ എന്താണ് NPCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് NPCI. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്കതൊന്ന് നോക്കാം. NPCI, National Payment Corporation of India. NPCI is the umbrella organization of all retail payments and settlement system in India. ഇന്ത്യയിലുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകളുടെ ചെറിയ പേയ്മെൻറ്റുകളുടെ അംബ്രല്ല ഓർഗനൈസേഷനായിട്ട് അറിയപ്പെടുന്നതാണ് NPCI. എന്താണ്? ഇന്ത്യയിലുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകളുടെ എല്ലാം അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ തന്നെ NPCI ആണ് നമ്മുടെ രാജ്യത്തിലുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അംബ്രല്ല ഓർഗനൈസേഷൻ എന്നുള്ള വേർഡിന് അവിടെ ഭയങ്കര പ്രസക്തി ഉണ്ട്. അപ്പോൾ അതാണ് NPCI. ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ്റെയും ഒരു ഇനീഷ്യേറ്റീവാണ് NPCI എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. NPCIയുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് വരുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 2008. 2008 NPCI ഫോം ചെയ്തത്. RBI ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആർ കൺസിഡേർഡ് ടു ബി ദി ഓണേഴ്സ് ഓഫ് NPCI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നമ്മുടെ എന്താണ് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസുമാണ് NPCIയുടെ ഓണേഴ്സായിട്ട് അറിയപ്പെടുന്നത്. NPCI ഇപ്പം എന്താണ്? ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. ഫോം ചെയ്തത് 2008. അംബ്രല്ല ഓർഗനൈസേഷനാണ്. എന്തിൻ്റെ? ഇന്ത്യയിലുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകളുടെ എല്ലാം അംബ്രല്ല ഓർഗനൈസേഷനാണ് NPCI. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊഡക്ട്സ് ഓഫ് NPCI. NPCIയുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? NFS, AEPS, റുപ്പേ കാർഡ്, USSD കോഡ്, ഭീം, BBPS, IMPS, UPI, NETC, NSCH. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത്രയല്ല, കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് NFS, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. അതാണ് NFS. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM. നമ്മുടെ രാജ്യത്തിലുള്ള ATMകളൊക്കെ നമുക്കറിയാം അല്ലേ? ATMൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ NFSൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള ATMകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? NFS ആണ്. NFS ആണ്. NPCI ഈ NFS വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിലുള്ള ATMകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMകളെല്ലാം ഒരു ശൃംഖല എന്ന് തന്നെ നമ്മൾ പറയാം. ഓക്കെ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IDRBT. ഇത് ഈ NFS ഇൻട്രൊഡ്യൂസ് ചെയ്തത് IDRBT ആണ്. അപ്പോൾ എന്താണ് IDRBT? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി ആണ് IDRBT. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, IDRBT. അത് ഹൈദരാബാദിലാണ് IDRBT. ഓക്കെ, 2004 NFS ഡെവലപ്പ് ചെയ്തത്. ആരെ ഡെവലപ്പ് ചെയ്തത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, ഹൈദരാബാദിലുള്ളത്. 2004 അത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ എയിം ഓഫ് ഇന്റർ കണക്ടിങ് വേരിയസ് ATMs ഇൻ ഇന്ത്യ. അത് ഫോം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലുള്ള ATMകളെല്ലാം കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് വന്നത്? NFS ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഇനി നമ്മൾ പറഞ്ഞു IDRBT ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നീട് NFSനെ NPCAക്ക് ഹാൻഡ് ഓവർ ചെയ്തത് 2009 കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 പക്ഷേ NPCAയുടെ അണ്ടറിലേക്ക് വന്നത് 2009 ഓക്കെ. നൗ ഇറ്റ് ഈസ് അണ്ടർ NPCA. ഇപ്പോൾ അത് NPCAയുടെ അണ്ടറിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ IDRBT എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, ഹൈദരാബാദിലുള്ളതാണ്. അവരാണ് NFS ഡെവലപ്പ് ചെയ്തത്. പിന്നീട് 2009 ഈ NFSനെ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തത്? NPCAക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ദെൻ നമ്മുടെ NPCAയുടെ അടുത്ത പ്രൊഡക്റ്റാണ് AEPS. AEPS മീൻസ് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം ആണ് AEPS. അപ്പോൾ ഇതെന്താ സംഭവം? ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് സിസ്റ്റം വിച്ച് യൂസസ് ആധാർ കാർഡ് നമ്പർ ആൻഡ് an individual's online UID authentication which are linked to a customer's bank account. ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റിയാണ് AEPS എന്ന് പറയുന്നത്. ആധാർ കാർഡ് നമ്പർ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. വിത്ത് ദിസ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബാങ്കിലേക്ക് ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിപ്പോൾ എന്തായാലും കമ്പൽസറി ആക്കിയല്ലോ. ഓക്കെ. വിത്ത് ദീസ് കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് ഹിസ് അക്കൗണ്ട് ത്രൂ ബിസിനസ് കറസ്പോണ്ടൻസ് ഓർ ബാങ്ക് മിത്ര ഔട്ട്ലെറ്റ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ പോകണമെന്നില്ല. നമുക്ക് ബാങ്ക് മിത്ര ഔട്ട്ലെറ്റുകൾ, ബിസിനസ് കറസ്പോണ്ടൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ചെന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിന് മാക്സിമം വിഡ്രോവൽ പറയുന്നത് 10,000 രൂപയാണ്. ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, പല ബാങ്കുകളിലും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ പറയുന്നത് 10,000 രൂപയാണ് AEPSൻ്റെ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപയാണ് പറയുന്നത് എങ്കിലും പല ബാങ്കുകളും അവരുടെ ഇഷ്ടത്തിന് അത് മാറ്റാറുണ്ട്. അതൊന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് AEPS എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുള്ള ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് AEPSൻ്റെ പ്രത്യേകത. ഓക്കെ. അതിലൊരു കണ്ടീഷനേ പറയുന്നുള്ളൂ, ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് AEPS. Then next one, റുപ്പേ കാർഡ്. റുപ്പേ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റുപ്പേ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഡൊമസ്റ്റിക് കാർഡ് സ്കീം ലോഞ്ച്ഡ് ബൈ NPCA. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കാർഡ് വേണം. നമ്മൾ പല കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഫോറിൻ കാർഡുകളാണ് അല്ലേ? നമ്മൾ മറ്റു രാജ്യങ്ങളുടെ കാർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അവർക്ക് സർവീസ് ചാർജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് പ്രകാരം NPCA ഡെവലപ്പ് ചെയ്ത ഒരു ഡൊമസ്റ്റിക് കാർഡാണ് റുപ്പേ കാർഡ് എന്ന് പറയുന്നത്. റുപ്പേ കാർഡിൻ്റെ ഒരു ഫോം, ദ നെയിം ഡിറൈവ്ഡ് ഫ്രം റുപ്പി ആൻഡ് പേയ്മെൻറ്റ്. റുപ്പിയും പേയ്മെൻറ്റും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് റുപ്പേ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 26 മാർച്ച് 2012. 26/3/2012 ഇത് ലോഞ്ച് ചെയ്തത്. പിന്നീട് 8/5/2014 ഇത് എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ലോഞ്ച് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2012. പിന്നെ അത് ഉപയോഗിച്ച് തുടങ്ങിയത് 2014. It facilitates electronic payment at all Indian banks and financial institutions. ഇത് സാധാരണ നമ്മുടെ കാർഡുകളെ പോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഡൊമസ്റ്റിക് കാർഡാണ്. നമുക്ക് ഇൻ്റർനാഷണലി അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രമാണ് റുപ്പേ കാർഡുകളുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ ഇത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സർവീസ് ചാർജുകൾ അങ്ങനെയുള്ള കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി അവൈലബിൾ ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് റുപ്പേ കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ റുപ്പേ കാർഡ് നമ്മുടെ NPCAയുടെ ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് മറ്റൊരു പ്രൊഡക്റ്റാണ് BBPS, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം
It was founded by NPCI in 2013. 2013 BBPS ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബില്ലുകളുടെ എല്ലാം പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് BBPS. എല്ലാ ബില്ലുകളും ഒറ്റ ഇതിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് BBPSൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ബിൽ പേയ്മെൻറ്റ്സ്. എല്ലാ തരത്തിലുള്ള ബില്ലുകൾ, എന്ത് ബില്ലായിക്കോട്ടെ, വാട്ടർ ബില്ലോ, എന്താ പറയുക, കറണ്ട് ബില്ലോ, ടെലിഫോൺ ബില്ലോ, അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള ബില്ലുകളും നമുക്ക് എന്ത് വഴി അടയ്ക്കാം? ഈ BBPS വഴി അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. G. പത്മനാഭൻ കമ്മിറ്റി റെക്കമെൻഡഡ് ദിസ്. അപ്പോൾ BBPS റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേര് G. പത്മനാഭൻ. ഈ പത്മനാഭൻ കമ്മിറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ G. പത്മനാഭൻ കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? BBPS റെക്കമെൻഡ് ചെയ്തത്. ഇറ്റ് ഓൾസോ ഇൻ്റഗ്രേറ്റഡ് ദ UPI. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ UPI? ഓക്കെ. ഇനി ഓൺ 6th August 2022, RBI allowed BBPS cross-border inward billing facility for NRI. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 2022 മുമ്പ്, അതായത് 2013 BBPS എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിരുന്നില്ല. പിന്നീട് 2022 മുതൽ എന്ത് ചെയ്തു? NPC എന്തിന് അലൗ ചെയ്തു? ക്രോസ് വേർഡ് ഇൻവേർഡ് ബില്ലിംഗ്. പുറത്ത് നമ്മുടെ NRIസിനൊക്കെ നമ്മുടെ നാട്ടിലെ ബില്ലുകൾ അവരുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് തന്നെ BBPS യൂസ് ചെയ്തുകൊണ്ട് അടയ്ക്കാമെന്നുള്ളൊരു ഫെസിലിറ്റി വന്നത് 2022. ക്രോസ് ബോർഡ് ഇൻവേർഡ് ആണ് കേട്ടോ, നമുക്ക് പുറത്തേക്ക് പറ്റില്ല. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ബില്ലുകൾ അടയ്ക്കാമെന്നുള്ളതാണ് ഒരു ഫെസിലിറ്റി. അതെന്ന് തുടങ്ങിയാണ് വന്നത്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് നിലവിൽ വന്നത് സെപ്റ്റംബർ 20, 2022. അപ്പോൾ ഓക്കെ അല്ലേ? ഫൗണ്ട് ചെയ്തത് 2013. എന്താണ്? എല്ലാ ബില്ലുകളും ഒരൊറ്റ ഇതിൽ അടയ്ക്കാം എന്നുള്ളതാണ് BBPSൻ്റെ പ്രത്യേകത. G. പത്മനാഭൻ കമ്മിറ്റി ഓർത്ത് വയ്ക്കുക. ദെൻ ക്യാമൽസ് റേറ്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇറ്റ് ഓൾസോ ഇൻ്റഗ്രേറ്റഡ് ദി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഇൻവേർഡ് ബില്ലിംഗ് ഫെസിലിറ്റി ആക്സസ് ചെയ്തത് എന്ന് തുടങ്ങിയാണ്? August 6, 2022 തുടങ്ങിയാണ്. അത് നിലവിൽ വന്നത് സെപ്റ്റംബർ 20, 2022. ഓക്കെ. നമ്മുടെ അടുത്തതാണ് BHIM, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണിയാണ് BHIM എന്ന് പറയുന്നത്. ഇതെന്താണ്? BHIM നമ്മൾ കേട്ടിട്ടുണ്ടാവും. BHIM ആപ്പ് എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ മൊബൈൽ പേയ്മെൻറ്റ് ആപ്പ് ദാറ്റ് എനബിൾ സിമ്പിൾ, ഈസി ആൻഡ് ക്വിക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ. ഇന്ത്യയുടെ ഒരു മൊബൈൽ പേയ്മെൻറ്റ് ആപ്പാണ് BHIM എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് എനബിൾ സിമ്പിൾ, ഈസി ആൻഡ് ക്വിക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ NPCI ഇൻ December 30, 2016. 2016 ഡിസംബർ 30 BHIM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. നമ്മുടെ BR അംബേദ്കറോടുള്ള ഒരു ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് BHIM ആപ്പ് ഡെവലപ്പ് ചെയ്തത്. യൂസർ ക്യാൻ സെൻഡ് ഓർ റിസീവ് മണി ത്രൂ VPA. യൂസേഴ്സിന് എന്ത് ചെയ്യാം? വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ തന്നെ ഈ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് വഴി ഫണ്ടുകൾ ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് BHIM എന്ന് പറയുന്നത്. The next one, USSD, Unstructured Supplementary Service Data ആണ് USSD. എന്താണിത്? It is a mobile banking facility that enables account holders to use mobile banking without smartphones or an internet connection.
അങ്ങനെ നമുക്ക് സാധാരണ നമുക്ക് മൊബൈൽ ട്രാൻസാക്ഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഒരു സ്മാർട്ട് ഫോൺ വേണം, അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. പക്ഷേ എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോൺ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾക്കും ഈ സ്മാർട്ട് ഫോണോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനോ ഇല്ലാതെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് USSD ഡെവലപ്പ് ചെയ്തത്. USSD എന്നാൽ എന്താണ്? അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് ഫോണുകളും വേണ്ട, ഇൻ്റർനെറ്റ് കണക്ഷനും വേണ്ട, സാധാരണ നമ്മളെ കീപാഡ് ഫോണുകൾ യൂസ് ചെയ്ത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം? കൺസ്യൂമേഴ്സ് ക്യാൻ യൂസ് *99# ഡബിൾ ഹാഷ് ഇല്ല, *99# കോഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്താൽ മതി? അവരുടെ ഫോണിൽ നിന്നും *99# എന്നുള്ള സംഭവം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ബട്ട് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് 5,000 പെർ ഡേ. ഒരു ദിവസം 5,000 ട്രാൻസാക്ഷൻ മാത്രം, 5,000 പെർ ഡേ, 5,000 രൂപയുടെ ട്രാൻസാക്ഷനാണ് ഒരു ദിവസം പറ്റത്തുള്ളൂ. അതുപോലെ 50,000 പെർ ആനം. അങ്ങനെ കുറച്ച് നമുക്കറിയാമല്ലോ, കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്താണ്? 5,000 ആണ് ഒറ്റ ട്രാൻസാക്ഷനിൽ. ഒരു കൊല്ലത്തിനാണെന്നുണ്ടെങ്കിൽ മാക്സിമം 50,000 രൂപയുടെ ട്രാൻസാക്ഷൻസ് വരെ മാത്രമേ എന്ത് വഴി പറ്റുള്ളൂ? USSD വഴി പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഹാസ് 2 ഡിഫറെൻറ്റ് സർവീസ് ഫീച്ചേഴ്സ്. USSDക്ക് 2 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. USSN ഉണ്ട്, USSR ഉണ്ട്. USSN എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് നോട്ടിഫൈ ആണ്. USSR എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് റെസ്പോൺസ്. ഈ USSNൽ കസ്റ്റമേഴ്സിന് ജസ്റ്റ് അതിന് ഇൻഫോർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് അങ്ങോട്ട് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് USSNൽ വരുന്നത്. അവിടെ നമ്മൾക്ക് അങ്ങോട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. USSR എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് റെസ്പോൺസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ കേസിൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ മെനു വരും, എന്നിട്ട് നമുക്ക് 1 ഞെക്കിക്കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ, 2 ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ USSNൽ നമുക്ക് ജസ്റ്റ് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് USSN. USSR പറയുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദാറ്റ് ഈസ് USSD. Then next one is NACH. What is NACH? National Automated Clearing House. National Automated Clearing House എന്ന് പറയുന്നത് it is used to make bulky interbank transactions which are repetitive and periodic in nature and facilitated by NACH. അപ്പോൾ ഇതെന്താ സംഭവം? ബൾക്കി ആയിട്ടുള്ളതും റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്, NACHൻ്റെ കീഴിലാണ് വരുന്നത്. ദാറ്റ് ഈസ് വലിയ വലിയ ട്രാൻസാക്ഷൻസ്. അതുപോലെ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടൈമിൽ തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്തിൻ്റെ കീഴിൽ ട്രാൻസ്ഫർ ചെയ്യാം? NACHൻ്റെ കൺട്രോളിൽ വരാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു make bulk transactions towards distribution of subsidies, dividends, salary, pension, etc. നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പെൻഷനൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ബാങ്ക് ട്രഷറിയിലൊക്കെ പോയിട്ട് ക്യൂ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ NACH വഴി എന്ത് ചെയ്യാം? നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാം. അതുപോലെ തന്നെ പെൻഷനുകൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഡിവിഡൻഡ്, നമ്മുടെ സബ്സിഡികൾ, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിലൊക്കെ സാലറി ഡിസ്ട്രിബ്യൂഷൻ, അവിടെ 1-2 എംപ്ലോയീസ് ഒന്നും ആയിരിക്കില്ല അല്ലേ, ധാരാളം എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം സാലറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇതിനെല്ലാം NACHൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാലറി ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, സബ്സിഡി ആയിക്കോട്ടെ, അങ്ങനെ റിപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ, അതുപോലെ
ബൾക്കായിട്ടുള്ള എമൗണ്ട് അതും നിങ്ങൾ നോക്കണം കേട്ടോ. ചെറിയ എമൗണ്ട് ഒന്നല്ല, ബൾക്കായിട്ടുള്ള സംഭവങ്ങൾ റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ളതാണ് NSCHൻ്റെ അണ്ടറിൽ വരുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 2007, 2007 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് റെഗുലേറ്റഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. Then next one is UPI, Unified Payment Interface ആണ് UPI. It was introduced in 2016 April 11. 2016 ഏപ്രിലാണ് UPI വന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റം. റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പൈസ അയച്ച് അപ്പം തന്നെ നമുക്ക് അപ്പം തന്നെ നമുക്ക് പൈസയുടെ ട്രാൻസ്ഫർ നടക്കുവാണ്. ഫോർ പേയ്മെൻറ്റ് ത്രൂ UPI ബാങ്ക് അക്കൗണ്ട് ആൻഡ് മൊബൈൽ നമ്പർ മസ്റ്റ് ബി ലിങ്ക്ഡ്. നമുക്ക് എന്ത് വേണം? UPI ട്രാൻസാക്ഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ബാങ്ക് അക്കൗണ്ടും എന്താ പറയുക നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ UPI പേയ്മെൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ മൊബൈൽ നമ്പർ, VPA, UPI ID ഓർ QR കോഡ്. നമുക്കറിയാമല്ലോ നമ്മൾ VPA പറഞ്ഞതാണ്, വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സാണ് VPA. അപ്പോൾ UPIയിൽ വഴി ട്രാൻസ്ഫർ നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലേ നമുക്ക് QR കോഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ UPI ID ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ദെൻ ഇന്ത്യാസ് ഫസ്റ്റ് UPI ATM, നമ്മൾ ATMകളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UPI ATM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഫോണിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് UPI ATM. അപ്പോൾ ഇന്ത്യയിലുള്ള UPI ATM ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹിറ്റാച്ചി പേയ്മെൻറ്റ്സ് ആണ്. ദെൻ UPIയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് UPI ലൈറ്റ് എന്ന് പറയുന്നത്. UPI ലൈറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ സ്മോൾ എമൗണ്ട്. UPI ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ, നമ്മൾ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു USSD, അതുപോലെയല്ല ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ്, ഇൻ്റർനെറ്റ് കണക്ഷനും വേണ്ട, നമുക്ക് പിൻ നമ്പർ ഒന്നും വേണ്ട, ചെറിയ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് UPI ലൈറ്റ്. അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നത് UPI ലൈറ്റ്. എന്താണ്? ട്രാൻസ്ഫർ സ്മോൾ എമൗണ്ട് ബിലോ 500, 500 രൂപയിൽ താഴെ, വിത്തൗട്ട് പിൻ നമ്പർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ. പിൻ നമ്പറോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഇല്ലാതെ പൈസ ചെറിയ എമൗണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് UPI ലൈറ്റിൻ്റെ പ്രത്യേകത. ദ നെക്സ്റ്റ് വൺ ഈസ് IMPS. IMPS എന്താണ്? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് IMPS എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 2010 November 22 എന്നാണ് വന്നത്. 2010 November 22 IMPS വന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ NFS. IMPS ബേസ് ചെയ്യുന്നത് NFS ആണ്. കൺസ്യൂമേഴ്സ് ക്യാൻ സെൻഡ് ഫണ്ട് യൂസിങ് MMID. MMID എന്താണ്? മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ്. ഒരു 7 ഡിജിറ്റ് നമ്പർ ആണിത്. MMID എന്ന് പറയുന്നത് 7 ഡിജിറ്റ് കോഡാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സിന് പൈസ അയക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ടാണ്? MMID യൂസ് ചെയ്തിട്ടാണ് ഇതിൽ പൈസ അയക്കുന്നത്. ഇൻ കേസ് ഓഫ് അടുത്തത് IMPS എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാമല്ലോ അല്ലേ? ഓക്കെ, ഇൻ കേസ് ഓഫ് ഫെയിൽഡ് പേയ്മെൻറ്റ്സ് ഇൻ IMPS ആൻഡ് നോ ഫണ്ട് ഈസ് റിട്ടേൺഡ് then the bank is liable to pay a penalty of ₹100 per day to the customer. ഓക്കെ, നമ്മൾ IMPS വഴി പൈസ അയച്ചു, ആ പേയ്മെൻറ്റ് ഫെയിലായി. അപ്പോൾ എന്ത് വേണം? നമുക്ക് അയച്ച കസ്റ്റമർക്ക് പൈസ റിട്ടേൺ കിട്ടണം. അപ്പോൾ ഞാനാണ് പൈസ അയച്ചതെന്നുണ്ടെങ്കിൽ, അപ്പോൾ പൈസ ട്രാൻസ്ഫർ ഫെയിലായി, പക്ഷെ എൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷെ എന്താ അയച്ച ആൾക്കത് കിട്ടിയിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഞാൻ അയച്ച പൈസ എനിക്ക് തിരിച്ചു കിട്ടാനുള്ള അധികാരമുണ്ട്. പക്ഷെ എന്താണ്? IMPS വഴി നമുക്ക് പൈസ പെട്ടെന്ന് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. അപ്പോൾ എന്ത് വേണം? ബാങ്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തേക്കും 100 രൂപ വെച്ചിട്ട് അഡീഷണൽ പെനാൽറ്റി ചാർജ് ചെയ്യാനുള്ള അധികാരം ബാങ്കിനുണ്ട് എന്നുള്ളതാണ് IMPSൽ പറയുന്നത്. ദെൻ IMPSൽ പൈസ അയക്കുന്നതിന്
₹2.50 ചെറിയ എമൗണ്ട് തുടങ്ങി ₹2.50 തുടങ്ങി മാക്സിമം ₹25 വരെയാണ് ബാങ്കുകൾ ചാർജായിട്ട് ഈടാക്കുന്നത്. ചെറിയ എമൗണ്ട് ആണ്. ₹2 മിനിമം എന്ന് പറയുന്നത് ₹2.50 ഉള്ളൂ. മാക്സിമം ₹25 വരെ മാത്രമാണ് ബാങ്കുകൾക്ക് IMPS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈടാക്കാൻ പറ്റുന്നത്. ദെൻ ദർ ഈസ് നോ ചാർജ് ഫോർ ഇൻവേർഡ് റെമിറ്റൻസ്. നമുക്ക് ഇങ്ങോട്ട് പൈസ വരുന്നതിന് നമുക്ക് ചാർജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ പിന്നെ IMPSൽ 3 ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ബൈ യൂസിങ് MMID ആൻഡ് മൊബൈൽ നമ്പർ. നമുക്ക് IMPS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള 3 ഓപ്ഷൻസ് ആണിത്. MMID നമ്മൾ പറഞ്ഞു, മൊബൈൽ മണി ഐഡൻറ്റിഫയർ. ഓക്കെ, അപ്പോൾ MMIDയും മൊബൈൽ നമ്പറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ. നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ ബൈ യൂസിങ് ആധാർ നമ്പർ. അപ്പം എന്തൊക്കെയാണ് IMPSൽ? MMIDയും മൊബൈൽ നമ്പറും, IFSC കോഡും അക്കൗണ്ട് നമ്പറും, ദെൻ ബൈ യൂസിങ് ആധാർ നമ്പർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ IMPSൽ യൂസ് ചെയ്യാവുന്ന 3 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ NPCIയുടെ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.